മാസങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട റജബ മാസത്തിലാണ് നാം ഉള്ളത്. ആസന്നമായ റജബിനെയും വരുന്ന ശഅബാൻ റമളാൻ മാസങ്ങളെയൊക്കെയും അല്ലാഹുവിന്റെ പ്രീതിയിലായി സമയത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനുള്ളൊരു ഭാഗ്യം അതിനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ. ചില ആളുകൾ അതിന് തൗഫീഖ് കിട്ടാത്തവരായി മാറും. അതൊരു ദുർലക്ഷണമാണ്. അല്ലാഹു ആ തൗഫീഖ് ഇല്ലാത്തവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, റജബ് അത് മുതലാക്കണം, അതിനെ പരിഗണിക്കണം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റിയ മാസമാണിത്. ചെറിയ അമലുകൾ കൊണ്ട് തന്നെ വലിയ ദറജയിൽ എത്തിപ്പെടാൻ പറ്റുന്ന മാസമാണിത്. ചെറിയ ദാനധർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റുന്ന മാസമാണിത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാരുണ്യക്കടലായ റബ്ബിന്റെ സ്നേഹവും റഹ്മത്തും പിടിച്ചു പറ്റാൻ ആ നിലയിൽ ഈ പുണ്യപ്പെട്ട മാസത്തെ ഉപയോഗപ്പെടുത്താൻ കാരുണ്യക്കടലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വിധി നൽകട്ടെ. ഇതിനായി ഒരുങ്ങണം. യാബദു അഖ്ബിൽ മുനീബൻ വഗ്തനിം റജബാ ഫഇന്ന അഫ്വിയം മൻ قد وجبا في هذه الأشهر الأبواب قد فتحت للتائبين فكل نحبنا غريبا يعبد അടിമേ മുളക്കയിൽ പെടും. അള്ളാഹു പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ ഇബാദിന്റെ ആ ഗുണങ്ങളൊക്കെ ഉള്ള ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളിൽ ഓരോരുത്തരെയും ചേർത്തി തരട്ടെ. യാബദു അഖ്ബിൽ മുനീബൻ വഗ്തനിം റജബാ യാബദു അടിമേ അഖ്ബിൽ നീ മുന്നിടേണ്ടതാണ്. മുനീബൻ ഖേദിച്ചുകൊണ്ട് നീ മുന്നിടേണ്ടതാണ് അല്ലാഹുവിലേക്ക്. അങ്ങനെ വഗ്തനിം റജബാ ആ റജബിനെ നീ മുതലാക്കേണ്ടതാണ്. റജബിനെ മുതലാക്കണം. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളൊക്കെ ഈ റജബിൽ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഒരുമിച്ച് കൂടിയവരാണ്. ഖായിബാക്കരുതേ റബ്ബേ, നിരാശരാക്കരുതേ റബ്ബേ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, പക്ഷെ ഈ ചൊവ്വാഴ്ച പോലും നോമ്പെടുത്ത് ഇവിടെ ആഗതരായവരുണ്ട്. യാ അല്ലാഹ്, അവർ പറയുന്ന ആമീന്റെ പൊരുളുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. ഓൺലൈനായും ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അവർ ഈ മജ്ലിസിലല്ലെങ്കിൽ പലരും ഏതെങ്കിലും ഒരു മജ്ലിസിലായി ആഴ്ചയിൽ നേരിട്ടെന്നെ വന്ന് സംഗമിക്കുന്നവരാ. എല്ലാവർക്കും ഖൈറായ പ്രതിഫലം നൽകണേ അല്ലാഹ്. വലിയ സംഗതിയാണ്, ചെറിയ കാര്യമല്ല. ഈ റജബിനെ ഉപയോഗപ്പെടുത്തിയ അബ്ദു അഖ്ബിൽ മുനീബൻ വഗ്തനിം റജബാ ഫഇന്ന അഫ്വിയം മൻ താബ ഖദ് വജബാ. ആരി പരിശുദ്ധമായ റജബിൽ എന്നോട് അഫ്വ് ചോദിക്കുന്നുവോ അവന് ആ അഫ്വ് ഖദ് വജബാ നിർബന്ധമായും ലഭ്യമാകുന്നതാണ്. ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടായി കിട്ടിയാൽ മതി. ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി. ആര് മനസ്സറിഞ്ഞ് നിബന്ധനകൾ പാലിച്ച് ദുആ ചെയ്തോ അവർക്ക് നിരാശരാകേണ്ടി വരില്ല. എത്ര ആളുകളാ ഈ മജ്ലിസ് തുടങ്ങുന്നതിന്റെ മുമ്പ് നീണ്ട ക്യൂ ആയിരുന്നു. വിവിധങ്ങളായ വിഷമങ്ങളാണ് വന്ന് പറയുന്നത്. അല്ലാഹുവേ, അത് നിന്നോട് തേടാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെടുന്നത്.
അത് ഈ മുഅ്മിനീങ്ങളുടെ ആമീന്റെ കരുത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ആരെയും നിരാശരാക്കരുതേ പടച്ചോനെ. എല്ലാരും പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാ. എല്ലാവർക്കും ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. സഹോദരാ സഹോദരി, ഫീ ഹാദിഹിൽ അശ്ഹൂരിൽ അബ്വാബു ഖദ് ഫുതിഹത് ലിത്തായിബിന ഫകുല്ലു നഹ്വിനാ ഖാരിബാ. ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന മാസം ആണ്. നമ്മൾ ഇനി ഒരുങ്ങണം. നമ്മൾ ആ മടിയൊക്കെ മാറ്റി അള്ളാഹു ആദരിച്ച മാസങ്ങളിലേക്ക് റജബിലൂടെ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. റജബും ശഅബാനും റമദാനും ഒക്കെ ആ നിലയിൽ നമുക്ക് ധന്യമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.